വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഈ ഡിഷിന് രണ്ട് പേരുണ്ട്. ചിലർ ഇതിനെ ക്രംബിൾ എന്ന് പറയും, ചിലർ ഇതിനെ ക്രിസ്പ് എന്ന് പറയും. ഞാൻ ഇവിടെ ബ്ലൂബെറി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എനിക്ക് കുറച്ചും കൂടി ആപ്റ്റായി തോന്നിയത് ബ്ലൂബെറി ക്രംബിൾ എന്നാണ്. ഈ ചൂട് സമയത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 കപ്പ് മൈദ, 1 കപ്പ് ബ്ലൂബെറി, 1/2 കപ്പ് ഓട്സ്, അൺസാൾട്ടഡ് ബട്ടർ, 1/2 കപ്പ് ഷുഗർ. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഒരു ക്രംബിൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ബ്ലൂബെറിയാണ് ബേസായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബ്ലൂബെറി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ബ്ലൂബെറി ആഡ് ചെയ്ത് അതിന് മുകളിൽ ഷുഗറും ലെമൺ ജ്യൂസും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബ്ലൂബെറിൻ്റെ നീരിറങ്ങുന്നത് വരെ ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്താണ്. ഷുഗറൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ആക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലൂബെറി 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവർ വലിയ ഡിഷിലാക്കുന്നതെങ്കിൽ ഒരു 5 to 6 കപ്സ് ബ്ലൂബെറീസ് മതിയാവും. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിന് കണക്കായിട്ടൊന്ന് ഡബിൾ ചെയ്ത് കൊടുത്താൽ മതി. ബ്ലൂബെറിൻ്റെ നീരൊക്കെ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഷുഗറും നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ബ്ലൂബെറി ഈ ഒരു ടൈമിൽ നല്ല ജ്യൂസി അല്ലെങ്കിൽ നല്ല റണ്ണി പോലെ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് എന്തായാലും ബേക്ക് ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടി നന്നായി ഒന്ന് മെൽട്ടാവും. ഇനി നമുക്ക് ക്രംബിൾ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിൽ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് 1/2 കപ്പ് ഓട്സ്, 1/2 കപ്പ് മൈദ, കുറച്ച് ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൈ കൊണ്ട് നന്നായി കുഴച്ചൊന്ന് എടുക്കുന്നുണ്ട്. കാരണം ക്രംസിൻ്റെ ടെക്സ്ചർ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നത് കൈ കൊണ്ട് തന്നെയാണ്. അപ്പം നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലൂബെറിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്ലൂബെറി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെറീസ് വെച്ചിട്ട് ഈ ക്രംബിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നില്ല. ഞാനിവിടെ ബ്ലൂബെറിയാണ് ബേസായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് ആദ്യം ക്രംബിളും പിന്നെ അതിന് മുകളിലായിട്ട് ബ്ലൂബെറി, അതിന് മുകളിലായിട്ട് പിന്നെയും ക്രംബിൾ, അങ്ങനെ ലേസായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 180 ഡിഗ്രി പ്രീഹീറ്റഡ് ഓവനിൽ ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ബ്ലൂബെറീസൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ക്രംസിന് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റിയായ ബ്ലൂബെറി ക്രംബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഐസ്ക്രീം കൂട്ടി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.
അതുപോലെ ഈ റെസിപ്പി കണ്ട് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലേക്കൂടെ അറിയിക്കുക. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പിക്ചർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയയ്ക്കുക. ഞാൻ അത് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള എന്നും ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും താങ്ക് യു.